ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഹോളിഡേ മെനു ആണ്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കാണുന്നത്. ഇടിയപ്പം, തേങ്ങാപ്പാലും കട്ടൻ കാപ്പിയും. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 ഗ്ലാസ് അരിപ്പൊടി എടുത്ത് ഒരു 5 ഗ്ലാസ് തിളച്ച വെള്ളം, നന്നായിട്ട് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഇടിയപ്പത്തിൻ്റെ പൊടിയിലേക്ക് ഞാനിത് വെയിലത്ത് ഉണക്കിയ അരി പൊടിച്ചെടുത്താണ്, അല്ലാതെ വറുത്തതല്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഇത്തിരി ഉപ്പും 1 സ്പൂൺ നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ 1 സ്പൂൺ നെയ്യും ഉപ്പും കൂടി ചേർത്തിട്ട് ആ തിളച്ച വെള്ളം, അപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ എണ്ണ ഒഴിക്കാം, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ടൊരു കൈ വെച്ചിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ മിക്സിയിൽ ചോറ്, വെന്ത ചോറ് അടിച്ചിട്ട് ഈ പൊടിയിലിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ശരിക്കും നന്നായിട്ട് അരയണം. ഈ അരി ചോറാണ് അരക്കണമെങ്കിൽ ഈ തിളച്ച വെള്ളത്തിന് പകരം ചോറ് അരച്ചിട്ടുണ്ടെങ്കിൽ ചോറ് നല്ല വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിന് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പം ഞാൻ ഏതായാലും ഇത് അരിപ്പൊടി തിളച്ച വെള്ളത്തിൽ ഇത്തിരി 1 സ്പൂൺ നെയ്യും ഉപ്പും ഇട്ടിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ടാണ് കുഴച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ആ ആവിയിൽ അത് ഇരുന്ന് വേകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൈ പൊള്ളും. അങ്ങനെ പിന്നെ അത് ഞാനത് സാവധാനം കുഴച്ചെടുത്ത്. അപ്പോൾ ഇത്തിരി ലൂസായിട്ടാണ് ഇരിക്കണതെങ്കിലും ഇത് ഇരിക്കും തോറും ടൈറ്റായിട്ട് വരും. അപ്പോൾ നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇത്തിരി ലൂസായ രീതിയിൽ തന്നെയാണ് ഞാനിത് കുഴച്ചെടുത്തേക്കണത്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇത് ഇങ്ങനെ പാകത്തിനായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ കൈയൊക്കെ വേദന എടുക്കും. ആ നേരത്ത് ഗ്രീസ് ചെയ്ത് വെച്ച് ഇതെല്ലാം ഇത് ഇടിയപ്പത്തിൻ്റെ അച്ചും ഒന്ന് ഗ്രീസ് ചെയ്ത് ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് ചുറ്റിച്ച് എടുക്കാനായിട്ട് എൻ്റെ രണ്ടാമത്തെ ആൾ വന്നപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, കാരണം എനിക്കിത് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കൈവേദന ഇരിക്കുള്ളൂ, എനിക്ക് പറ്റാത്തൊരു കാര്യം ഇത്. അപ്പം ഞാനിത് ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കണേണ്. അപ്പോൾ ഇവരാരെങ്കിലും രണ്ടാമത്തവനാ വന്നിട്ട് ഇത് ചെയ്തു തരും. ഏതായാലും അത് രാവിലെ തന്നെ എഴുന്നേറ്റ് നിൽക്കണേണല്ലോ. ഇപ്പോൾ ഒരു 5:45 ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇവൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് കഴിക്കണതേ. അപ്പോൾ അതിന് മുമ്പൊന്ന് ചെയ്ത് തന്നിട്ട് അവൻ പെട്ടെന്ന് കുളിക്കാൻ പോയതാണ്. അപ്പോൾ ഇത് ഇടിയപ്പം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് തേങ്ങ ചിരണ്ടി എടുത്ത് അതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട്, പച്ച പാലാണ് ഞാൻ എടുക്കുന്നത്, കാച്ചാറില്ല. തേങ്ങ പച്ചക്ക് തന്നെ പാലിലേക്ക് പഞ്ചസാരയും 1 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട്, ഏലക്കപ്പൊടിയൊന്നും ഇടൂല കേട്ടോ, വെറുതെ പഞ്ചസാരയും 1 നുള്ളു ഉപ്പ് മാത്രം ഇടും. എന്നിട്ട് ആ പച്ചപ്പാൽ തന്നെ ഇട്ടിട്ടാണ് ഇതേ കൊടുക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ഒരു 6:30 മണിയായി, അവൻ ഡ്രസ്സ് ചെയ്ത് വന്ന് കഴിക്കാൻ പോണിയാണ്. ഇത് അവന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ പാലൊന്നും കൊടുത്തു വിടില്ല, ലിക്വിഡായിട്ടുള്ള ഒന്നും കൊടുത്തു വിടില്ല. അപ്പോൾ ഇത്തിരി പഞ്ചസാരയും തേങ്ങാപ്പീര അതിനകത്ത് നിന്ന് ഇത്തിരി എടുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് ഞാൻ ഇത്തിരി ടിഫിൻ ബോക്സിലാക്കിയിട്ട് കൊടുത്തു വിടണതാണ്. ടിഫിൻ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതവരൊരു 11 മണിയൊക്കെ ആകുമ്പോൾ കോളേജിലേക്ക് കഴിക്കും. അതിനുശേഷം വീട്ടിൽ ഉച്ചക്ക് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതും അങ്ങനെ കൊടുത്തു വിട്ട്. ഇതൊന്നും അവർക്ക് ഇഷ്ടമൊന്നുമില്ല കേട്ടോ, അവനെ നിർബന്ധിച്ച് കൊടുക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ വേറൊരു കാര്യം അവിടെ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നറിയാമോ, നമ്മൾ അന്ന് വെളിച്ചെണ്ണയുടെ പാല് എൻ്റെ ക്രീം എടുത്തിട്ട് ബാക്കി പാല് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചെന്ന് പറഞ്ഞില്ലേ, അത് വീണ്ടും മുകളിൽ പൊങ്ങി വന്നത് എടുത്തിട്ട് ഞാൻ രണ്ടാമതും അതൊന്ന് തിളപ്പിക്കാൻ ഇട്ടേക്കണേണ്. അതിനകത്തു നിന്നും കുറച്ച് എണ്ണ കിട്ടിയത് ഞാൻ അവസാനം ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞ് കട്ടൻ കാപ്പി എടുത്ത്, കട്ടൻ കാപ്പി ഒന്നും അവരൊന്നും കഴിക്കുമൊന്നുമില്ല കേട്ടോ, ഞാനും കഴിക്കാറില്ല. അപ്പോൾ ഇതോടുകൂടി അത് കഴിഞ്ഞ് ഇനി നമ്മൾക്ക് നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ തേങ്ങയുടെ ലാസ്റ്റ് ഭാഗം കൊണ്ടാണ് കണ്ടത്. തേങ്ങ എല്ലാം തീർന്ന്, ഇനിയിപ്പോൾ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു സങ്കടം ആയിട്ടിരിക്കണേണ്. തേങ്ങ ഇനി വരണം, തേങ്ങ തീർന്നു പോയി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കിട്ടിയേക്കുന്നത് ചെമ്മീനാണ്. അപ്പോൾ ഇത്തിരി ചെമ്മീൻ റോസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത്, അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 250 ഗ്രാമേ ഉള്ളൂ കേട്ടോ. അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് പേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കൊത്തിയരിഞ്ഞെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി, ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ അരഭാഗവും ചേർത്തിട്ട് അത് ശരിക്കൊന്ന് കുഴച്ചവിടെ മാറ്റി 1/2 മണിക്കൂർ വെക്കണം. അതിൻ്റെയൊക്കെ സ്റ്റക്കായിപ്പോയി. 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ട് നമ്മളിത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക.
ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ടിട്ടാ, കാരണം ഇത് ഭയങ്കര കയർ പോലെ പോവും. അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ഈ രീതിയിലിരിക്കും. അതങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ 2 വലിയ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കുറച്ച് അത് വേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഇനി ഇതിനകത്ത് ഈ എണ്ണയിൽ, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ആ എണ്ണയിൽ തന്നെ ചെയ്യുമ്പോൾ തീ കിടത്തരുത്. അതിൽ കോരി മാറ്റിയ ഉടനെ തന്നെ ഇത്രയും സാധനങ്ങൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് 2 വലിയ സവാള ഇത്തിരി വേപ്പില അതൊന്നായി കഴിയുമ്പോഴേക്കും തക്കാളി ഇടണം. ഒരു 2 തക്കാളി ഇതിനകത്തേക്ക് ഇടണം. അപ്പോൾ തക്കാളി എൻ്റെ കയ്യിൽ തീർന്നിരിക്കണേന്. അപ്പോൾ തക്കാളി താളിച്ചത് ഫ്രിഡ്ജിൽ നേരത്തത് ഇരുന്ന് വെച്ച്, അപ്പോൾ ആ താളിച്ച കറി തക്കാളിയാണ് ഇപ്പോൾ ഞാൻ ഇടാൻ പോണത്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ഇത്തിരി മഞ്ഞൾ. അപ്പോൾ ഇതാണ് എൻ്റെ കറി ഫ്രിഡ്ജിലിരുന്ന് വെച്ചത്, തക്കാളിക്കറി. അതിട്ടാലും മതി, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആവുന്നിട്ടിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഒട്ടും വഴറ്റി ഒന്നും നിൽക്കണ്ട. തക്കാളി ആണെങ്കിൽ പച്ചയാണെങ്കിൽ കുറേ നേരം ഇട്ട് വഴറ്റി വേവിച്ച് ഉടച്ചിട്ട് വേണം നമ്മൾ ഈ മസാലപ്പൊടികൾ ചേർക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കറിക്കുള്ളത്. ഞാൻ അത് വെള്ളത്തിൽ പുളിയും മഞ്ഞളും കൂടി, മഞ്ഞളിട്ടിട്ടില്ല, ഉപ്പും പുളിയും കൂടി ഇട്ടിട്ട് വെച്ചേക്കണേണ്. അപ്പോൾ അതിനുള്ള സവാളയും ഇത്തിരി മല്ലിയിലയും ഒരു ഇത്തിരി വേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അത് കോളിഫ്ലവർ ഒരു ഇത്തിരി ചെറുതാണ്. അപ്പോൾ ഞാനൊരു ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിടാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കണേ. അപ്പോൾ ഇതൊരു വിധം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മളുടെ പൊടികളും ആ തക്കാളിയൊക്കെ ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ തക്കാളിയും ചേർത്തിട്ട് ആ പൊടികളും കൂടി, അപ്പോൾ തക്കാളി ഒട്ടും തന്നെ വഴറ്റേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ ഈ പൊടികളും കൂടി ചേർത്തിട്ട് തക്കാളി വേവിക്കാൻ ശരിക്കും ഉടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് മൂടിയിടേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് എനിക്കൊരു ഈസി പണിയായിട്ട് തോന്നിയിട്ടാ, കൊള്ളാം. എന്നിട്ട് അതിൻ്റെ മീതെ അപ്പം തന്നെ പൊടികളിട്ട് വേഗം തന്നെ ആക്കിയെടുത്ത് ഞാൻ. ഇതൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ തിക്ക് ആയിട്ടുള്ള ഗ്രേവി ഉണ്ടാവില്ല, ഉണങ്ങിയിരിക്കുള്ളൂ. അപ്പോൾ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കാനായിട്ട് ഇത് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് ഈ വറുത്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അധികം നേരം ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തെടുത്ത പൊടികളൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ തീയിൽ തന്നെ ഞാൻ അടുത്ത ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നമ്മുടെ സവാളയും വേപ്പിലയും ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി കൂടി ഞാൻ അതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിനും വേണം തക്കാളി. അപ്പോൾ തക്കാളി ഇല്ല, കാരണം ഇത് ഞങ്ങളുടെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങി വെക്കണത്, കൂടുതൽ വാങ്ങി വെക്കില്ല. അപ്പോൾ അത് തീർന്ന സമയം ഇതുകൊണ്ട് ഇവിടെ സാധനങ്ങളെല്ലാം ഒന്നും തന്നെ ഇല്ല, തേങ്ങ ഒട്ടും ഇല്ല ഇനിയിപ്പോൾ. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാനിത് തോരനെ വെക്കുള്ളൂ. ഇതിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാല, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ചേർക്കണില്ല. ഇതിട്ടിട്ട് ഒന്ന് വഴറ്റുക. അപ്പോൾ തക്കാളി ഇല്ലാത്തതുകൊണ്ട് തക്കാളി സോസ് ഇട്ട്, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഇട്ട് വഴറ്റണം. ഇത് തക്കാളി സോസ് ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറിയപ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇതിനകത്തോട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, കാരണം ഇത് തികയൂല. ചെറിയൊരു കോളിഫ്ലവർ ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വെച്ചപ്പോഴും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കരുതേ, ചെറിയ തീയിലിങ്ങനെ മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേണ്ടി വന്ന് വേകാനായിട്ട്. ആ കോളിഫ്ലവർ ഇത്തിരി മൂത്തതായിരുന്നു. ആ നേരം കൊണ്ട് ഞാൻ തുണി എടുക്കണേന്. അപ്പോൾ ഒരു 12 മണി ഒക്കെ ആയിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ ഞാൻ തുണി എടുക്കും. രാവിലെ ഇട്ടതാണ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ തുണി വിരിച്ചതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മെഷീനിൽ നിന്ന് എടുത്തിടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിടക്കും. 12 മണിയല്ല, 12:30 എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നണം, ഓർക്കണില്ല സമയം. ഏതായാലും ഞാൻ 1 മണിക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് പണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് പോയി എടുത്ത് തുണിയൊക്കെ എടുത്ത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്, എങ്കിലും ഞാൻ കുറച്ച് നേരം കൂടിയൊക്കെ മൂടി വെച്ചായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് കിച്ചൺ ഒന്ന് പെട്ടെന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട്, അപ്പോഴേക്കും അത് ഓഫ് ചെയ്തിട്ടില്ല, അതങ്ങനെ മൂടി ഞാൻ ചെറിയ തീയിൽ ഇട്ടങ്ങനെ വെച്ചേക്കണേ. ഇനി മല്ലിയിലൊക്കെ മീതയിൽ തൂവിയിട്ട് അങ്ങനെ ഇത്തിരി കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വെച്ച് ഉച്ചക്ക് വെള്ളത്തിന് പകരം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ട്രേയിലൊക്കെ ഇങ്ങനെ കുറേ ചെറിയ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ തുടക്കാനൊക്കെ ഇത്തിരി ഈസിയാണ്. അത് മുഴുവൻ പെറുക്കി മാറ്റേണ്ടത്, ഒരു ട്രേ അങ്ങോട്ട് മാറ്റില്ല, അതിൻ്റെ അടിയിൽ നമുക്ക് എളുപ്പത്തിൽ തുടച്ച് മാറ്റാൻ പറ്റും.
അപ്പോൾ ഇതേ കറിയൊക്കെ റെഡിയായി അങ്ങനെ നിൽക്കണേന്. ഇനി നമ്മളുടെ വൈകുന്നേരത്തത് ഇതൊരു സ്പെഷ്യൽ ചപ്പാത്തിയാണ് കേട്ടോ. വൈകുന്നേരത്തെ ഉണ്ടാക്കിയത് ചപ്പാത്തിക്ക് ഞാൻ ഒരു ഗ്ലാസ് പൊടിയെടുത്ത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർക്കാട്ടോ. ഇത് എൻ്റെ ഫ്രിഡ്ജിലിരുന്ന് വെച്ച ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. അതിൻ്റെ കുറച്ച് ഉരുളക്കിഴങ്ങ് കറി ഇതിനെ കൂടി മിക്സ് ചെയ്യാൻ പോണേണ്. പിന്നെ ഇത്തിരി വെന്ത പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി ഗരം മസാലയല്ല, ജീരകപ്പൊടിയാണ് കേട്ടോ. അത് ജീരകപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, ചെറിയ ജീരകം. പിന്നെ ഇത്തിരി മുളക് പൊടി, അല്ലെങ്കിൽ ഇത്തിരി എന്താ പറഞ്ഞത്, ചതച്ച മുളക്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർക്കാട്ടെ ഇതിനകത്ത്. എന്തെങ്കിലും കറിയുടെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി. പരിപ്പ് വേവിച്ചത് ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി സവാളയും കൂടി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തത് ഞാൻ അവസാനം എടുത്തത്, മറന്ന് പോയി എടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് മല്ലിയില ചേർത്ത് ഇത്തിരി മുളക് പൊടി, ചെറിയ ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. അത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ആ രുചിയെ, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ ഇട്ടിട്ട് ഇത് കുഴച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുക. കാരണം ഇത് സവാള ഇട്ടേക്കുന്നതുകൊണ്ട് വെക്കുമ്പോൾ ഇത്തിരി വെള്ളമായി പോവും. സവാളയുടെ വെള്ളമൊക്കെ ഒഴുകിയിട്ട് ലൂസായി പോവും. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്ത് അത് അപ്പം തന്നെ പരത്തി ചുടണേരിക്കോളും നല്ലത്. അല്ലെങ്കിൽ കുറച്ച് വെള്ളം, ഇപ്പം ഞാനിത് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സവാളയുടെ വെള്ളം ഇത്തിരി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പൊടി വെതറിയിട്ട് അത് പരത്തേണ്ടി വന്നു. അപ്പം ഇന്നത്തെ ചായയുടെ പലഹാരം ഇതാണ്. ഇത് സോസ് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നിയില്ല, സോസ് കൂട്ടുമ്പോൾ നല്ലതായിരുന്നു. ചായയും ഉണ്ടാക്കി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മറ്റേ എണ്ണയുടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എണ്ണ ഒരു തേങ്ങയുടെ എണ്ണ തന്നെയാണത്. അതൊരു ചിലർക്ക് സംശയമുണ്ട്, ഒരു തേങ്ങക്ക് അത്ര എണ്ണ കിട്ടൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് തൂക്കി ഇങ്ങനെ കാണിച്ചാണ് ഇതിനകത്ത്. ഇതിപ്പോൾ അന്ന് എടുത്തു വെച്ചത് നമ്മൾ കണ്ടില്ലേ, അത് 180 ഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പം അത് അതിനകത്ത് കുറച്ച് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത് ഇപ്പം കാണിച്ചത് ഇന്ന് ഞാൻ വറ്റിച്ചെടുത്തില്ലേ, ഇപ്പം കാണിച്ചില്ലേ, അത് ഇത്രയും എണ്ണ കിട്ടി. അതും കൂടി ഞാൻ അതിനകത്തേക്ക് ഒഴിച്ച് ഇന്ന് കിട്ടിയത്. അപ്പം ഞാൻ ആ കുപ്പിയുടെ അത് ഗ്ലാസിൻ്റെ അകത്തുനിന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. കുറച്ച് കുറച്ചായിട്ട് 2 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കണ്ട, ഇതിപ്പോൾ രണ്ടാമത്തതും കൂടി ഒഴിച്ചപ്പോൾ 188 കാണിക്കുന്നുണ്ട്. 188 187 നിൽക്കണേ. അപ്പോൾ ഗ്ലാസിൻ്റെ ഒരു 30 പോയാലും 150, എന്തായാലും 155 കണ്ട, ഇത്രയും ഉണ്ട്. ആ ഒരു തേങ്ങയുടെ എണ്ണയാണ് കാണുന്നത്. ഇത് ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തത്. അപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ. താങ്ക് യു.